ഇന്ത്യയുടെ വടക്കൻ അതിർത്തിക്ക് സമീപമുള്ള മേഖലകളിൽ ചൈന തങ്ങളുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ J-20യുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അതിർത്തി മേഖലയിലെ ചൈനയുടെ വ്യോമസൈനിക ശേഷി ശക്തിപ്പെടുത്താനുള്ള നീക്കമായാണ് ഇതിനെ കാണുന്നത്. ഇതിനൊപ്പം ചൈനയിൽ നിന്ന് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ J-35 സ്വന്തമാക്കാനുള്ള നടപടികളുമായി പാകിസ്ഥാന് മുന്നോട്ടു പോകുന്നതായി അന്താരാഷ്ട്ര പ്രതിരോധ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ ആ ഇടവേള നികത്താൻ റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57 വാങ്ങുന്ന കാര്യം ഇന്ത്യ ഗൗരവമായി പരിഗണിക്കുമോ എന്ന ചോദ്യമാണ് പ്രതിരോധ രംഗത്തുയരുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 6 മുതൽ 8 മാസത്തിനിടെ ഏകദേശം 80 മുതൽ 100 വരെ സുഖോയ് 57 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയവും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു തീരുമാനമോ കരാറോ പ്രഖ്യാപിച്ചിട്ടില്ല. വിമാനത്തിന്റെ സാങ്കേതിക ശേഷി, നിർമ്മാണ പങ്കാളിത്തം, ചെലവ്, പരിപാലന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യാ കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. ഇതിനിടെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തും ശ്രദ്ധേയമായ ഒരു സംഭവ വികാസമുണ്ടായി. റഷ്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങളോ ഊർജ്ജ വിഭവങ്ങളോ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കർശന സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ നിയമനിർമ്മാണത്തിന് അമേരിക്കൻ സെനറ്റിൽ വൻ പിന്തുണ ലഭിച്ചു. റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സേ ഒ ഗ്രഹാം അവതരിപ്പിച്ച റഷ്യയെ ഉപരോധിക്കുന്ന 2026 നിയമം സെനറ്റിൽ ഭൂരിപക്ഷ വോട്ടോടെ അംഗീകരിക്കപ്പെട്ടു. ഈ നിയമപ്രകാരം റഷ്യയുമായി പ്രതിരോധ മേഖലയിലോ ഊർജ്ജ മേഖലയിലോ വലിയ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ തീരുവ ചുമത്താനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് പ്രതിനിധിസഭയുടെ അംഗീകാരവും മറ്റു നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ത്യ സുഖോയ് 57 വാങ്ങാൻ തീരുമാനിച്ചാൽ അത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ അവഗണിക്കുന്ന ആദ്യ സംഭവമായിരിക്കില്ല. 2018 അമേരിക്കയുടെ മിസൈൽ സംവിധാനം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അന്നത്തെ അമേരിക്കൻ ഭരണകൂടം അമേരിക്കയുടെ എതിരാളികൾക്കെതിരായ ഉപരോധ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. റഷ്യയുമായി വലിയ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നിരുന്നാലും S-400 ഇടപാടിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക നേരിട്ട് ഉപരോധം ഏർപ്പെടുത്തിയില്ല. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണം, അമേരിക്ക ഇന്ത്യ ബന്ധത്തിന്റെ വ്യാപ്തി എന്നിവ കണക്കിലെടുത്താണ് വാഷിംഗ്ടൺ അതീവ ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിച്ചതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ കര, നാവിക, വ്യോമസേനകളിൽ ഇപ്പോഴും റഷ്യൻ സാങ്കേതിക വിദ്യയും ആയുധ സംവിധാനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം സമീപ വർഷങ്ങളിൽ ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ബഹുമുഖ പ്രതിരോധ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത്. പുതിയ അമേരിക്കൻ ഉപരോധ നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതികരിച്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ തീരുമാനങ്ങളും ദേശീയ മുൻഗണനകളുടെയും ദേശീയ സുരക്ഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഈ വിഷയത്തിൽ അമേരിക്കയിലെ ബന്ധപ്പെട്ട പങ്കാളികളുമായി വിവിധ തലങ്ങളിൽ ആശയവിനിമയം തുടരുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ സുഖോയ് 57 വാങ്ങുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമസേനാ നവീകരണ പദ്ധതികൾ, AMCA പദ്ധതിയുടെ സമയക്രമം, ഇന്ത്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ, റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണം, അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം എന്നിവയെല്ലാം ചേർന്നായിരിക്കും ഭാവിയിൽ ഇന്ത്യയുടെ അന്തിമ തീരുമാനം നിർണ്ണയിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.